നിലമ്പൂർ നഗരസഭയിലും കാട്ടാനകളുടെ വിളയാട്ടം. നിലമ്പൂർ പാത്തിപ്പാറയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്കാണ് കാട്ടാന എത്തിയത്. ഇന്ന് പുലർച്ചെ പാത്തിപ്പാറയിൽ വ്യാപക കൃഷിനാശമാണ് കാട്ടാന വരുത്തിയത്. ഇന്ന് പുലർച്ചെ പാത്തിപ്പാറയിൽ വ്യാപക കൃഷിനാശമാണ് കാട്ടാന വരുത്തിയത്. വഴിയിൽ ജോയ്, ലിജു വഴിയിൽ എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാന എത്തിയത്. പുറത്ത് ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് കാട്ടാനയെ കണ്ടതെന്ന് ഇവർ പറയുന്നു. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറയിലേക്ക് കരിമ്പുഴ നീന്തിക്കടന്നാണ് കാട്ടാന എത്തുന്നത്. റോബിൻ കാക്കുഴിയുടെ സംരക്ഷണ വേലിയും കൃഷിയും നശിപ്പിച്ചു. രാജു കീച്ചേരിയുടെ വാഴകൃഷിയും നശിപ്പിച്ചിട്ടുണ്ട്. കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുന്ന കാട്ടാനകൾ ഈ ഭാഗത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. ജലസേചന സൌകര്യത്തിനായി നിർമ്മിച്ച കനാലുകൾ, പൈപ്പുകളെല്ലാം നശിപ്പിക്കുകയാണ്. ജനങ്ങൾ വിവരം അറിയിക്കുമ്പോൾ വനപാലകർ വന്നു പോകുന്നതല്ലാതെ മറ്റൊരു പരിഹാര മാർഗവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇത്രയും ചക്കയും കാര്യങ്ങളെല്ലാം ഇവിടെ തിന്നിട്ട് ഇതിപ്പം ഇന്നലെ വന്നു. ഇനി ഇത് സ്ഥിരമായിട്ട് നമ്മൾ രാത്രി അറിയുന്നില്ല. സ്ഥിരമായിട്ട് ഇതിവിടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് 4 മണിക്ക്, 2 മണിക്ക്, 3 മണിക്കൊക്കെ ആൾക്കാർ ടാപ്പിങ്ങുകാർ ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് പോകുന്ന സ്ഥലമാണ്. അവരൊന്ന് ശ്രദ്ധയപ്പെടുത്തും. ഒരു ചെറിയ ലൈറ്റും വെട്ടത്തിലാണ് അവർ വരുന്നത്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് ആ കുടുംബത്തിനാണ് നഷ്ടം. സംഭവിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് ചെയ്തു തരണമെന്നാണ് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി സംഭവിച്ചു കഴിഞ്ഞിട്ട് നഷ്ടപരിഹാരം കൊടുത്തിട്ടൊരു കാര്യമില്ല. അതിൻ്റെ മുന്നേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ശക്തമായി ഇതിനു വേണ്ടി ആൾക്കാരെ വിളിച്ചാണ്, ഇതിന് വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചത്. എന്തെങ്കിലും ഒരു പരിഹാരം ഇത് ഒന്ന് സംഭവിക്കുന്നതിന് മുന്നേ ചെയ്തു തരണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇതെന്ന് വെച്ചാൽ കർഷകർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഈ അങ്ങോട്ട് നോക്കിയാൽ കാണാം, ഇതെല്ലാം അടുപ്പിച്ച് വീടുകളാണ്. പശു, കന്നുകാലികളൊക്കെ വളർത്തി ജീവിക്കുന്നവരാണ്. ഇവിടെ എല്ലാം 4 മണിക്ക് കറക്കാൻ എഴുന്നേൽക്കുന്നവരും ടാപ്പിങ്ങിന് പോകുന്നവരും കൂലിവേലയ്ക്ക് പോകുന്നവരൊക്കെയാണ്. ഇവിടെ എല്ലാം തിങ്ങിപ്പാർക്കുന്ന വീട്. ഇതുവരെയും ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാസ്ഥാന്നേ പറയാൻ പറ്റുള്ളൂ. ഇവരുടെ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി കറക്റ്റായിട്ട് എല്ലാ പ്രദേശങ്ങളിലും എത്തണം എന്നാണ് പറയുന്നത്. അതിന് സജ്ജീകരണം ഇല്ലെങ്കിൽ സർക്കാർ അതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ട് ഓഫീസർമാരെ നിയമിക്കുകയാണ് വേണ്ടത്. ഇതിന് ശാശ്വത പരിഹാരം വേറൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ മലയോര മേഖലയാണ്. ഒന്ന് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയും അതുപോലെ വാഴ കർഷകർ. ഇപ്പോൾ ഈ കനാൽ തന്നെ ഈ പ്രദേശത്ത് കുടിവെള്ളത്തിനെ ആശ്രയിക്കണേ. ഈ വിഷയത്തിൽ പലവട്ടം നഗരസഭയ്ക്കെതിരെ വിഷയങ്ങൾ ഉണ്ടാക്കിയാണ്. ഇവിടുത്തെ ഒരു സംവിധാനവും ഈ വിഷയത്തിൽ ഇടപെടാണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾ ഒന്നടങ്കം കൂടിയിട്ടാണ് ഇത് ഇങ്ങനെ ഈ കനാലാക്കിയെടുത്തിട്ട് ഇപ്പോൾ ഈ ആന വന്ന് തകർത്തത് ഈ ഒരു കുടിവെള്ള പ്രശ്നത്തിനും പ്രശ്നമായിക്കാണ്. ഇപ്പോൾ ഇവിടെ കാണാം ഇത് തകർന്നു കിടക്കണേ. അപ്പോൾ എന്തായാലും ഈ RRT പോലുള്ള വകുപ്പുകൾ ഉണർന്ന് പ്രവർത്തിക്കണം തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ പല മനുഷ്യജീവനും. രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്ക് മുന്നിലേക്ക് കാട്ടാനകൾ എത്തുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. നിലമ്പൂർ നഗരത്തിലേക്ക് ഉൾപ്പെടെ കാട്ടാനകൾ എത്തിയതോടെ വന്യമൃഗ ഭീഷണി ഉയർന്നിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികൾ എന്നിവർ പ്രസ്താവന നടത്തുകയും പരസ്പരം പഴിചാരുകയുമല്ലാതെ വനംവകുപ്പിനെ കൊണ്ട് യാതൊരു നടപടിയും എടുപ്പിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് വന്യമൃഗശല്യം ചർച്ചയാവുകയല്ലാതെ പിന്നീട് കാര്യമായ ഇടപെടൽ നടത്താത്തതുമാണ് ജനങ്ങൾ ഈ ദുരിതം നേരിടാൻ നിർബന്ധിതമാകുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.